ഇതുവരെ പെട്രോൾ ഡീസലിൻ്റെ വില കൂട്ടാത്ത ഒരുപക്ഷെ ഏക രാജ്യം ഭാരതമാണ്. പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു, ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു, ശാസ്ത്രിജി പറഞ്ഞിരുന്നു. അവർ പറഞ്ഞില്ലായിരുന്നു എന്ന് വെച്ചോ, അപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് ന്യായമാണ്. അവർ പറഞ്ഞതുകൊണ്ടല്ലല്ലോ നരേന്ദ്രമോദി പറയുന്നത്. ഇപ്പോൾ നമ്മുടെ റിയൽ സിറ്റുവേഷൻ പ്രോബ്ലത്തിലാണ് നമ്മൾ. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പോലും ഉടനെ സ്വിച്ചിട്ട പോലെ വില താഴത്തേക്ക് വരാൻ പോകുന്നില്ല. പിന്നെയും ഒരു 6 മാസം എടുക്കും ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ. ഗൾഫിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒരു അഭയസ്ഥാനം ഉണ്ടാകണം. അതാണ് UAE. ഫ്രാൻസിനോ ജർമ്മനിക്കോ ഇംഗ്ലണ്ടിനോ ഓസ്ട്രേലിയയ്ക്കോ കാനഡയ്ക്കോ ഒന്നുമില്ലാത്ത ഒരു ദണ്ണം നമുക്കുണ്ടായിട്ട് നമ്മൾ പോയി ഹോർമൂസ് കടലിടുക്കിൽ ഇടപെട്ടാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ മറികടക്കുവാനായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണമെന്നും ഇന്ധനം ലാഭിക്കണമെന്നും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോടായി ആഹ്വാനം ചെയ്തു. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. ഭരണപരാജയം മറച്ചുവെക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഭരണപരാജയത്തിൻ്റെ ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുകയാണ്. പരിശോധിക്കാം നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകണം പ്രധാനമന്ത്രി രാജ്യത്തോടായി നടത്തിയ ആഹ്വാനവും അഭ്യർത്ഥനയും ഒക്കെ. അതിനെതിരെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ പോരിനൊരുങ്ങുകയാണോ എന്ന സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഒരു സംശയമില്ല, പ്രതിപക്ഷം കണ്ടിരുന്ന സ്വപ്നം അത് താമസിച്ചു പോകുന്നതിൽ അവർക്കുള്ള അക്ഷമ, നിരാശ. അവർ ഫെബ്രുവരി 28 മുതൽ കാണുന്ന ഒരു സ്വപ്നമാണ് ഇന്ത്യയിലൊട്ടാകെ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കുന്നു. LPG സിലിണ്ടറുമായിട്ട് വീട്ടമ്മമാർ വലിയ ജാഥകൾ നടത്തുന്നു. അതിൻ്റെ ഏറ്റവും മുമ്പിൽ രാഹുൽ ഗാന്ധി മുതൽ പ്രേമചന്ദ്രൻ വരെയുള്ള ഓപ്പോസിഷൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇവർ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കരുത്. ഗ്യാസും സംഗതിയൊന്നും ഇല്ലാത്ത സമയത്ത് അവർക്കുള്ള പെട്രോൾ വേറെ അവർ കരുതിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒരു സ്വപ്നം അവർ കണ്ടിരുന്നു. അത് പക്ഷേ സാക്ഷാത്കൃതമായില്ല. നീണ്ടു പോകുന്നതല്ലാതെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചിട്ടു. ഗ്യാസ് ക്ഷാമത്തിനെതിരെ ഹോട്ടൽ അടച്ചിട്ടു. ഹോട്ടൽ അടച്ചിട്ടാൽ ഗ്യാസ് ക്ഷാമം തീരുമോ എനിക്കറിയില്ല. പക്ഷേ ഹോട്ടലുകാരങ്ങ് തീരുമാനിച്ചു ഒരു ദിവസം അടച്ചിടാമെന്ന് പറഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ കൺസംഷൻ ഒരു ദിവസത്തേക്കൊന്ന് കുറഞ്ഞു. വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിന് ആശ്വാസമായി. ഒരു ദിവസം ഒരു ഏരിയയിൽ ഗ്യാസ് കൺസംഷൻ കുറഞ്ഞല്ലോ. ഇതൊക്കെ തന്നെയാണ് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. കുറച്ചൊന്ന് നമ്മൾ ഈ മാസത്തിലൊരിക്കൽ ഏകാദശി, ഉപവാസം, നോമ്പ് എന്നൊക്കെ പറയുമല്ലോ. ഒരു ദിവസം പട്ടിണി കിടക്കുക. ആ ഒരു ദിവസം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ കൺസംഷൻ, ഉപഭോഗം ഒന്ന് കുറഞ്ഞിരിക്കും. ഇത് പറയുന്നതിൽ തെറ്റെന്താ? ഈ ദിവസം എത്രയായി ഈ നമ്മളുടെ ഹോർമൂസ് കടലിടുക്കിൽ ഈ പ്രശ്നം? കപ്പലുകൾ വരുന്നില്ല. 1600 കപ്പലുകളാണ് അവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്, 1ഉം 2ഉം അല്ല. അതെ, അതിൽ 20 കപ്പലുകൾ ഇന്ത്യയുടേതുമാണ്. 1600-ൽ 20 ചെറിയൊരു സംഖ്യയായിട്ട് തോന്നുമെങ്കിലും 20 കപ്പലാണല്ലോ. അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ കപ്പലുകളിൽ കുടിവെള്ളം, ഭക്ഷണം ഇതൊക്കെ കുറഞ്ഞു വരുന്നു അവരുടെ സ്റ്റോക്ക്. അതെത്തിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ മൈൻസ് പാകിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ രീതിയിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച, ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇരിക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യാനാണ്? നരേന്ദ്രമോദി മാത്രമല്ല, ലോകരാജ്യങ്ങൾ മൊത്തം ഇതിൽ പ്രശ്നത്തിലായിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രമേയം തയ്യാറാക്കി ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കാൻ തീരുമാനിച്ചു.
ആ പ്രമേയം യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ എത്തിയപ്പോൾ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു. രണ്ടുപേരും വീറ്റോ ചെയ്തു. ഒരാളിൻ്റെ വീറ്റോ ഉണ്ടെങ്കിൽ തന്നെ പ്രമേയം പാസ്സാകില്ല. എന്തുകൊണ്ട് വീറ്റോ ചെയ്തു? ചൈനയും റഷ്യയും രഹസ്യമായിട്ട് ഇറാനെ സഹായിക്കുന്നുണ്ട്. അവർ ഇറാൻ്റെ ഭാഗത്താണ്. എന്നാൽ ഇറാനിൽ നിന്ന് ചൈനയ്ക്ക് കിട്ടുന്ന എണ്ണ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇറാനിൽ നിന്ന് കള്ളക്കടത്ത് വഴി പാകിസ്ഥാൻ വഴിയൊക്കെ കുറച്ച് എണ്ണ ചൈനയിലേക്ക് പോകുന്നുണ്ട്. അത് അവർക്ക് വേണ്ടതിൻ്റെ 10% പോലും ആകുന്നില്ല. കാരണം പാകിസ്ഥാനിലും ഉണ്ട് പ്രശ്നങ്ങൾ. അവിടെ ഷിയ സുന്നി യുദ്ധം പ്രശ്നമൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ഒരു പൈപ്പ് ലൈനൊന്നുമില്ല. ടാങ്കറിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ കൊണ്ടുപോകാനാണ്? ഒരു രാജ്യത്തിനുള്ള എണ്ണ മൊത്തം ടാങ്കറിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പ്രയാസമുള്ളപ്പോൾ പോലും ചൈന അതെല്ലാം കടിച്ച് പിടിച്ചിട്ട് ഇറാനെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമത്തിന് അവർ പങ്കുചേരില്ല എന്ന് പറയുന്നു, വീറ്റോ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസം മുമ്പാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും അവരുടെ നാവികസേനയെ ഹോർമുസ് കടലിടുക്കിൽ വിടാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു, ശരി, ആരുമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ 2 പേര് പോയിട്ട് ഇത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ പെശകും, ഞങ്ങൾ ഭീകരമായിട്ട് നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ, ബ്രിട്ടീഷ് കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്, ഫ്രാൻസിൻ്റെ പുറപ്പെട്ടിട്ടില്ല. ഇതാണ് അവിടുത്തെ സ്റ്റാറ്റസ്. അതെ. അമേരിക്കയാണെങ്കിൽ ഞങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ കയറിയെന്നും കയറിയില്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊന്നും ഒരു വീഡിയോയും പുറത്തു വരുന്നില്ല. ഇറാനിൽ ഇൻ്റർനെറ്റ് എത്രയോ നാളായിട്ട്, ഫെബ്രുവരി 28 അവർ സ്വിച്ച് ഓഫ് ചെയ്താണ് ഇൻ്റർനെറ്റ്. ഇതുവരെ ഇറാൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. ടെഹ്റാനിൽ എന്ത് നടക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. ഇവിടുത്തെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ ഭാരതത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് പരാജയവും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ട്രംപിൻ്റെ ഭ്രാന്തിന് മറുപടി ഭ്രാന്തനായിട്ട് കൊടുത്തില്ല എന്നുള്ളതാണെങ്കിൽ അത് മോദി ചെയ്തിട്ടില്ല, ശരിയാണ്. കാരണം ട്രംപ് ഒരുപാടൊക്കെ ആ ട്രൂത്ത് സോഷ്യലിൽ എഴുതി വയ്ക്കും. അമാന്യമായ അഭദ്രമായ ഭാഷ ഉപയോഗിക്കും. മാന്യന്മാർ അതിന് മറുപടി പറയില്ല. നമ്മൾ മാത്രമല്ല, ചൈന മറുപടി പറയില്ല, റഷ്യ മറുപടി പറയില്ല, ഓസ്ട്രേലിയ പറയില്ല, ബ്രസീൽ പറയില്ല. ബ്രസീലിലെ ലൂല ഡാ സിൽവ അദ്ദേഹമാണ് ആദ്യം ട്രംപിൻ്റെ ഭാഷയ്ക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം നിർത്തി. കാരണം ട്രംപ് അശ്ലീലത്തിലേക്ക് കടക്കുന്നു. മാന്യന്മാർക്ക് അശ്ലീലം വിളിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ലൂലയും പ്രതികരണം നിർത്തി. ഈ ട്രംപ് പറയുന്ന തെമ്മാടിത്തരത്തിന് മുഴുവൻ മറുപടി പറയുക എന്ന് പറയുന്നത് ഒരു നയതന്ത്രമല്ല. നയതന്ത്രം മിണ്ടാതിരിക്കലാണ്. ട്രംപ് ഹെൽ ഹോൾ എന്ന് ഒരാൾ എഴുതിയത് എടുത്ത് റീപോസ്റ്റ് ചെയ്തു ട്രൂത്ത് സോഷ്യലിൽ. ഇന്ത്യയും ചൈനയും ഹെൽ ഹോളാണ്, നരകക്കുഴിയാണ്. ഇന്ത്യ പറഞ്ഞു, ഈ അമേരിക്കയും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ദ്യോതിപ്പിക്കുന്ന വാക്കുകളല്ല ഇത് എന്ന് മാത്രം പറഞ്ഞു. ചൈന പറഞ്ഞു, ഈ അമേരിക്കയുടെ വൊക്കാബുലറിയിൽ ഞങ്ങൾക്ക് ചില കൺസേൺ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഇങ്ങനെയൊക്കെ മാന്യന്മാർക്ക് പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ല. ആ കാരണവർ അങ്ങേർക്ക് തോന്നിയതെല്ലാം ട്രൂത്ത് സോഷ്യൽ എഴുതി വയ്ക്കുക. അങ്ങേരുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്, എന്ത് തെമ്മാടിത്തരോ എഴുതി വയ്ക്കാം. അങ്ങേര് എഴുതി വയ്ക്കുന്നു. ഇതിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല. അതുകൊണ്ട് പുടിൻ അതുപോലത്തെ കാര്യത്തിന് മറുപടി കൊടുക്കാറില്ല. പുടിനെയും നമ്മളെയും ചേർത്ത്, റഷ്യയും ഇന്ത്യയും ചേർത്തിട്ടാണ് പുള്ളി ഡെഡ് എക്കോണമി എന്ന് വിളിച്ചത്. മൃതപ്രായമായ അല്ലെങ്കിൽ മൃതമായ എക്കോണമിയാണ് റഷ്യയുടെയും ഇന്ത്യയുടെയും. അന്നും ഇതുപോലെ പ്രതിപക്ഷം കുറേ ബഹളമൊക്കെ വെച്ചു, അങ്ങേര് പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ. കേട്ടു, പക്ഷേ എന്ത് മറുപടി പറയാനാ അതിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈ അമ്പലപ്പറമ്പിൽ വലിയ അടി നടക്കുമ്പോൾ ആ അടിയിൽ പെടാതെ നമ്മൾ നമ്മുടെ സഞ്ചിയും തൂക്കി അങ്ങ് കടക്കുകയില്ലേ, ഈ പരിപാടിയാണ് ഹോർമുസ് കടലിടുക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുമായിട്ടും വഴക്കിനും പോയിട്ടില്ല, വലിയ സ്നേഹത്തിനും പോയിട്ടില്ല. നമ്മളുടെ കപ്പൽ സൂത്രത്തിന് നമ്മൾ കടത്തിയെടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗ്യാസും പെട്രോളും ഡീസലും ഒക്കെ ഉള്ളത്. എൻ്റെ അറിവിൽ 43 രാജ്യങ്ങൾ, ഇനി അത് തെറ്റാണോ ഇതൊക്കെ അന്വേഷിച്ച് കിട്ടിയ ഫിഗേഴ്സാണ്, 43 രാജ്യങ്ങളിലെ 43 സോഴ്സിൽ നിന്നാണ്
നമ്മളിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒന്ന് സൂക്ഷിക്കണേ, ഉപഭോഗം ഒന്ന് കരുതി ചെയ്യുക. ഒരു കാറിൽ പോകാനാണ് ആലോചനയെങ്കിൽ അത് ബസ്സിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ മെട്രോയിൽ പോയാൽ പോരെ എന്ന് ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. സ്വർണം വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഇത്ര വലിയ തെറ്റെന്താ? എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ലിയോ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തിരക്ക് സ്വർണ്ണക്കടയിലാണ്. അതെ, എല്ലാ ടി വി ചാനലുകളും ഡെയിലി 3 തവണയെങ്കിലും സ്വർണത്തിൻ്റെ വില കാണിക്കും. അപ്പോൾ സ്വർണമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ആരും അരിവിലയോ മുളകിൻ്റെയോ മല്ലിയുടെയോ വില കാണിക്കില്ലല്ലോ, കാണിക്കില്ല. ഡെയിലി സ്വർണത്തിൻ്റെ വില കാണിക്കും. സ്വർണമാണ് മുഖ്യം. ഓക്കെ, സ്വർണം മുഖ്യമാണ്, ആയിക്കോട്ടെ. മലയാളികൾ തിക്കിക്കൂടി സ്വർണം വാങ്ങുന്നു. ഇന്ത്യക്കാർക്ക് പൊതുവെ ഉള്ളതാണ് ആഭരണഭ്രമം. അതൊന്ന് കുറയ്ക്കണം, ഇതേ മോദി പറഞ്ഞോളൂ. സാർ, അതിനൊരു കാരണമുണ്ട് സാർ. അതായത് നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള സ്വർണത്തിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ. നമുക്ക് ആവശ്യമുള്ളതാകട്ടെ 700 മുതൽ 800 ടൺ വരെ സ്വർണ്ണമാണ് ഒരു വർഷം ഇറക്കുമതി ചെയ്യേണ്ടത്. അതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ ആഭ്യന്തര ഉൽപ്പാദനം 1 മുതൽ 2 ടൺ വരെ മാത്രമാണ്. അപ്പോൾ ഇത്രയും ഭീമമായ ഇറക്കുമതി സ്വർണത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരികയാണ് നമുക്ക്. അതെ, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ വീട്ടമ്മമാർക്ക് സ്വർണം ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു പാർട്ടാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ, റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ 4-5 ഇരട്ടി സ്വർണം നമ്മുടെ വീടുകളിൽ ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ വീട്ടമ്മമാർ തോൽപ്പിക്കാനും സാധ്യമല്ല. ഈവൻ അമേരിക്കൻ ട്രംപ് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും സ്വർണം കയ്യിലുള്ളതുകൊണ്ട് നമ്മുടെ അമ്മമാരെ തോൽപ്പിക്കാൻ അയാൾക്ക് സാധ്യമല്ല. അപ്പോൾ ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു പാർട്ടാണ്. മൊത്തം ഭാരതത്തിൽ സ്വർണത്തിൻ്റെ വിലയാണ്. അപ്പോൾ ആ കൾച്ചർ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആകെ അതുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്ത് ഒന്ന് കുറയ്ക്കുക. അത് നമ്മൾ ഒരല്പം എമർജൻസിയിലാണ്. ഒരു ഗൃഹനാഥൻ സാധാരണ വീട്ടമ്മയോട് പറയുമല്ലോ സ്വർണം മേടിക്കണം എന്ന് പറയുമ്പോൾ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത മാസം മേടിക്കാം, ഈ മാസം ഒരല്പം ടൈറ്റാണ്, അല്ല അടുത്ത മാസം പിന്നെയും വില കൂടുമായിരിക്കാം, എന്നാലും ഇപ്പം നമുക്ക് വാങ്ങിയാൽ ശരിയാവില്ല. ഇത് പ്രധാനമന്ത്രി പറഞ്ഞതിൽ തെറ്റെന്താ? എനിക്ക് മനസ്സിലാവില്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി ഈ ബഹളം വയ്ക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെയും പ്രേമചന്ദ്രൻ്റെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടില്ല, അത് സാക്ഷാത്കരിക്കപ്പെടാനും പോകുന്നില്ല. എല്ലാവരും ഗ്യാസ് സിലിണ്ടറുമായിട്ട് റോഡിൽ ഇറങ്ങുന്നൊരു സീൻ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു പ്രതിഷേധത്തിന് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് തോന്നുന്നു. ലോകം മൊത്തം, അങ്ങ് പറഞ്ഞ പോലെ ലോകം മൊത്തം ഇതിൻ്റെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഫോറിൻ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളുടെയും, അതായത് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ എല്ലാം ഫോറിൻ റിസർവ് കുറയുകയാണ്. അപ്പോൾ ഈ ഫോറിൻ റിസർവ്, വിദേശ നാണ്യ ശേഖരം കുറയാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഒരു അഭ്യർത്ഥന നടത്തിയെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു. ലിയോ, ഇതുവരെ പെട്രോൾ ഡീസലിൻ്റെ വില കൂട്ടാത്ത ഒരുപക്ഷെ ഏക രാജ്യം ഭാരതമാണ്. എല്ലാവരും വില കൂട്ടി. ഇവരുടെ പ്രിയപ്പെട്ട രാജ്യമാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ വിലയെന്താ? 320 രൂപയോ മറ്റോ ആണ് ഡീസലിന്. അത് പാകിസ്ഥാൻ രൂപയാണ് കേട്ടോ, ഇന്ത്യൻ രൂപയാകുമ്പോൾ അത് ഇച്ചിരി കുറഞ്ഞു എന്ന് വരും. പെട്രോളിനും അതുപോലെ തന്നെ. ജപ്പാൻ വില കൂട്ടി. ഏകദേശം നമ്മുടെ തന്നെ എക്കണോമിയാണല്ലോ ജപ്പാൻ്റെ. നമ്മൾ അടുത്ത കാലത്താണ് ജപ്പാനെ ഓവർടേക്ക് ചെയ്ത് 4ാം സ്ഥാനത്ത് എത്തിയത്. ബട്ട് നമ്മളും ജപ്പാനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആ ജപ്പാൻ വില കൂട്ടി, ഓസ്ട്രേലിയ കൂട്ടി, ഇംഗ്ലണ്ട് കൂട്ടി, എന്തിന് അമേരിക്ക വരെ കൂട്ടി. അമേരിക്കയിൽ പെട്രോളിൻ്റെ വില കൂടി. നമ്മളുടെ ഇതുവരെ കൂട്ടിയിട്ടില്ല. ഇനി താമസിയാതെ അത് കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് വീണ്ടും ഇവർ ബഹളം വയ്ക്കും. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പോലും ഉടനെ സ്വിച്ചിട്ട പോലെ വില താഴത്തേക്ക് വരാൻ പോകുന്നില്ല. പിന്നെയും ഒരു 6 മാസം എടുക്കും ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇങ്ങനൊരു അപേക്ഷ തൻ്റെ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഒരു മടിയും തോന്നേണ്ട കാര്യമില്ല. എനിക്ക് പലപ്പോഴും സാധാരണമാണ് തോന്നുന്നു, പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു, ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു, ശാസ്ത്രിജി പറഞ്ഞിരുന്നു. അവർ പറഞ്ഞില്ലായിരുന്നു എന്ന് വെച്ചോ, അപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് ന്യായമാണ്. അവർ പറഞ്ഞതുകൊണ്ടല്ലല്ലോ നരേന്ദ്രമോദി പറയുന്നത്. ഇപ്പോൾ നമ്മുടെ റിയൽ സിറ്റുവേഷൻ പ്രോബ്ലത്തിലാണ് നമ്മൾ. അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കുന്നു. ഒന്ന് കരുതി വേണം, ഒന്ന് ചിലവൊന്ന് കുറയ്ക്കണം. ഇതുവരെ നമുക്ക് LPG ഷോർട്ടേജ് ഉണ്ടായില്ലല്ലോ. വീട്ടിലെ കുക്കിംഗ് ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിട്ടില്ല. അതെ, ഇൻഡസ്ട്രിയൽ ഗ്യാസിനാണ് ഷോർട്ടേജ് ഉണ്ടായത്. അതുതന്നെ
നമ്മളെല്ലാം തുടക്കത്തിൽ വിചാരിച്ചത് എല്ലാവരും ഓടിപ്പോയിട്ട് വിറകടുപ്പ് മേടിക്കുന്നു, റോക്കറ്റ്, ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റോഡിൽ പോയിട്ട് അടുപ്പ് മേടിക്കുന്നു. ഓർക്കണില്ലേ ഇതെല്ലാം ടി വിയിൽ വന്നത്? കറക്റ്റ് കറക്റ്റ്. ആ പാനിക് സിറ്റുവേഷൻ വീണ്ടും കൺട്രോളിലായി, പിന്നെ സമാധാനമായി. അപ്പോൾ ഇപ്പോഴും ഗ്യാസ് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതെവിടെ നിന്ന് കിട്ടുന്നു? അതാണ് ഞാൻ പറഞ്ഞ് 1043 സ്ഥലത്ത് നിന്ന് ഇത് സംഘടിപ്പിക്കുന്നു. മാത്രമല്ല ഈ ഗൾഫിൽ നിന്നുള്ള ഗ്യാസും എണ്ണയുമാണ് നമ്മൾ മാക്സിമം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റഷ്യ, പിന്നെ വെനീസ്വല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ബൾക്കായിട്ടുള്ള സപ്ലൈ നിന്നു പോവുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഷോർട്ടേജ് ഉണ്ടാകും. ഇതൊന്നും അറിയാതെ സുഖമായിട്ട് കഴിയുകയാണ് ജനം. ഇപ്പോൾ കേരളത്തിലെ ചർച്ച എന്താ? നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ളത് നിലവിളിയല്ലേ, അല്ലാതെ ഗ്യാസ് ഇല്ല, കറണ്ട് ഇല്ല എന്നൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഭക്ഷണം നരേന്ദ്രമോദി ഉറപ്പാക്കുന്നുണ്ട്. ആകെ പറഞ്ഞത് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞതിന് ഓഹോ അങ്ങേരുടെ പരാജയം ജനങ്ങളുടെ തലയിൽ വഹിക്കാൻ എന്തൊരു കഷ്ടം. അല്ല സാർ, നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഇന്ധനത്തിൻ്റെ 85 മുതൽ 90% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. യുദ്ധം കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബാരലിൻ്റെ വില $100 മുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ കരുതൽ വിദേശ നാണ്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രൂപയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത്ര നല്ലതല്ല. രൂപയുടെ മൂല്യവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വിദേശ നാണ്യ ശേഖരം കുറയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മിയും കുറയ്ക്കുകയാണ്. അതായത് ഇറക്കുമതി കയറ്റുമതി വ്യത്യാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് അത്ര നല്ലതും അല്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് അവരോട് പറയാനുണ്ടാക്കിയ സാഹചര്യം. എന്തായാലും മറ്റൊന്ന് നോക്കുമ്പോൾ ഇതിനൊപ്പം ചേർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണത്തെ അടച്ചാക്ഷേപിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഭരണമാണ് ഇപ്പോൾ താറുമാറാക്കിയതെന്നും ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നും, അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ വിരോധികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേര് തമ്മിൽ യുദ്ധം നടക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല നമ്മൾ എന്തിനതിൽ തലവയ്ക്കണം? അതൊരു ചോദ്യമുണ്ടല്ലോ. ലോകത്ത് ഇപ്പോൾ ആസ് ഓൺ നൗ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് കുറഞ്ഞത് 50 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല? നമ്മൾ പ്രോമിനൻസിൽ നിൽക്കുന്നത് ഈ ഇറാൻ അമേരിക്ക യുദ്ധമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, തീർന്നിട്ടില്ലല്ലോ. അതെ, കോങ്കോയിൽ യുദ്ധം നടക്കുന്നുണ്ട്, അസർബൈജാൻ അർമേനിയ യുദ്ധം നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊക്കെ പോയി തലവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ജനറൽ മൂവ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഇൻഡിവിഡ്വലായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. 1 കോടി ജനങ്ങളുണ്ട്. നമ്മൾ ഇറാൻ അനുകൂലമായിട്ട് ഇതിലൊരു നിലപാടെടുത്തു എന്ന് വയ്ക്കുക, ഗൾഫ് രാജ്യങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കറക്റ്റ്. 1 കോടി ആൾക്കാരെ അവർ പുറന്തള്ളുകയാണ്, കൊണ്ടുപോക്കോ നിങ്ങളുടെ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാണോ? ശരിയാണ്. അതേസമയം പ്ലെയിനായിട്ട് അവരുടെ കൂടെ നമ്മൾ നിന്നിട്ടുമുണ്ട്. UAE കൂടെ നമ്മൾ പരസ്യമായിട്ടാണ് നിന്നത്. UAE ഇറാൻ മിസൈൽ അയച്ചു കഴിഞ്ഞപ്പോൾ 2 ആഴ്ച മുമ്പാണ് നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ UAE കൂടെയാണെന്ന് തീർത്ത് പറഞ്ഞു. UAE ഫൈനാൻസ് മിനിസ്റ്റർ ഇവിടെ വന്നു, അവരുമായിട്ട് സംസാരിച്ചു. നമ്മളുടെ ജയശങ്കർ UAE പോയി. UAE ഇപ്പോൾ ഒപ്പയ്ക്ക് നിന്ന് വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ. സൗദി പോലും UAE കൂടെയില്ല. അപ്പോൾ ഭാരതം പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. UAE വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സങ്കല്പിക്കുക, ഒരു എമർജൻസി വന്നു എന്ന് വയ്ക്കുക, നമ്മുടെ ആൾക്കാരെ എന്ത് ചെയ്യും? 90 ലക്ഷം, 1 കോടി എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞു, 90 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ഗൾഫിലുള്ളത്. അതെ, അതിൽ 90 ലക്ഷം ആൾക്കാരെയും അബ്സോർബ് ചെയ്യാൻ UAE വിചാരിച്ചാൽ സാധിക്കും. അവർക്ക് തിരിച്ചു വരേണ്ടി വരില്ല.
90 ലക്ഷം ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ UAE മാത്രം വിചാരിച്ചാൽ സാധിക്കും. സീ ദ പൊളിറ്റിക്സ്. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മാനങ്ങൾ ശ്രദ്ധിക്കാതെ ചുമ്മാ വർത്തമാനം പറയും ആൾക്കാർ. അതെ, UAE നമ്മളുമായിട്ട് അലൈൻ ചെയ്യാൻ സാധ്യതയല്ല. നമ്മൾ തമ്മിൽ കൂട്ടുകെട്ടാണ്. റഷ്യയുമായിട്ടും UAE ഗുഡ് ടേംസിലാണ്. പാകിസ്ഥാൻ ഇതിനകത്ത് മധ്യസ്ഥത കളിച്ചു. എന്ത് സംഭവിച്ചു ഒടുവിൽ? പാകിസ്ഥാൻ വെറുതെ പോസ്റ്റ്മാനായിട്ട് അതപ്പതിച്ചു. ഇവിടെ നിന്ന് പറയുന്നത് അവിടെ പോയി പറയുക, അവിടെ നിന്ന് പറയുന്നത് ഇവിടെ. അവസാനം ട്രംപ് തന്നെ പറഞ്ഞു, ഇത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇപ്പം ഇതുപോലെ മധ്യസ്ഥത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. ഒന്ന് സഹായിക്കപ്പാ ഞങ്ങളെ, ഇതെങ്ങും എത്തുന്നില്ലല്ലോ. അപ്പോഴാണ് മധ്യസ്ഥൻ ഇടപെടുന്നത്. മാത്രമല്ല, മധ്യസ്ഥൻ ഇതിലേതെങ്കിലും ഒരു ശക്തിയുടെ പുറത്ത് അസാമാന്യ ഇൻഫ്ലുവൻസ് ഉള്ള ആളുമായിരിക്കണം. പറഞ്ഞാൽ ചെയ്ത് കേൾപ്പിക്കാൻ തക്ക ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കണം. ഇറാനിൽ ആരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് 31 IRGC കമാൻഡർമാരാണ്. 31 ദിശയിലേക്കാണ് അവർ വെടിവെക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇത് ട്രംപ് പറഞ്ഞു, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കണം എന്നറിയില്ല. അബ്ബാസ് അരാക്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതല്ലാതെ അത് പാലിക്കാൻ ഇറാനിലെ ഈ കമാൻഡർമാർ ബാധ്യസ്ഥരല്ല. അവർ അബ്ബാസ് അരാക്ചിയെ ഇഡിയറ്റ് എന്ന് വിളിച്ചു, ട്വീറ്റ് ചെയ്തു, എക്സിൽ പോസ്റ്റ് ചെയ്തു. വി ആർ നോട്ട് ഗോയിങ് ബൈ ദ അഡ്വൈസ് ഓഫ് എനി ഇഡിയറ്റ്. പിന്നെ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവരൊന്ന് മയപ്പെടുത്തി, ഞങ്ങൾ അരാക്ചിയെ അല്ല ഇഡിയറ്റ് എന്ന് പറഞ്ഞത്, ട്രംപിനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കാൻ നോക്കി. അരാക്ചിക്ക് വിലയില്ല, പെസഷ്കിന് വിലയില്ല. മറ്റേ ഗാലിബിഫ് അവരുടെ സ്പീക്കർ, നമ്മുടെ ഓം ബിർള, അതെ, അങ്ങേർക്ക് വിലയില്ല, അങ്ങേരെ ഇപ്പോൾ കാണാനില്ല. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി സ്പീക്കർ ഇറങ്ങി, അങ്ങേരെ ഇപ്പോൾ കാണുന്നില്ല. അൽ ഖമനയുടെ മകൻ പരിക്കേറ്റ് കിടക്കുന്നു എന്ന് പറയുന്നു ഏതോ അണ്ടർഗ്രൗണ്ടിൽ. അങ്ങേരുടെ വാക്കിന് വിലയുണ്ടോ? ഇല്ല. അങ്ങേരേതെങ്കിലും വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ഇതാണ് ഇറാനിലെ സ്ഥിതി. ആരോട് സംസാരിക്കും? എന്ത് ചെയ്യും? ഇപ്പുറത്താണെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെ പെരുമാറുന്ന ട്രംപിനെ കൊണ്ട് അമേരിക്കക്കാർ തന്നെ വിഷമിച്ചു. ട്രംപിൻ്റെ ഓരോ തീരുമാനമായിട്ട് കോടതി റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇത്രയും ഫ്ലക്സിൽ നിൽക്കുന്ന, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചാൽ മതിയെന്നേ. എന്തിനാ ഇറാനെ രക്ഷിക്കാനും അമേരിക്കയെ രക്ഷിക്കാനും രണ്ടുപേരും തമ്മിലുള്ള വഴക്കില്ലാതെ നമുക്കെന്ത് കാര്യം? നമ്മുടെ കപ്പൽ, ഇന്ധനം നിറച്ച് നമ്മുടെ കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അന്യൻ്റെ പ്രശ്നം എടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യമില്ല. UAEയുടെ പ്രശ്നം നമ്മൾ തലയിൽ വെച്ചതിന് അതിൻ്റേതായ കാരണമുണ്ട്. കാരണം ഗൾഫിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒരു അഭയസ്ഥാനം ഉണ്ടാകണം. അതാണ് UAE. മറ്റ് ചെറിയ ഇപ്പോൾ ഒമാൻ വിചാരിച്ചാൽ നമ്മുടെ ആൾക്കാരെ താമസിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. കുവൈറ്റിന് പറ്റുമോ? പറ്റില്ല. ബഹറിന് മാത്രമായിട്ട് പറ്റുമോ? പറ്റില്ല. ദുബൈക്ക് മാത്രമായിട്ട് പറ്റുമോ? പറ്റില്ല. സോ കമ്മിറ്റ്മെൻറ്റ് UAEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ UAE ഒത്തുനിന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സൗദിയിലെ നമ്മുടെ ആൾക്കാരെ പെട്ടെന്നൊന്ന് മാറ്റണമെങ്കിൽ UAEയിലേക്ക് മാറ്റാൻ പറ്റും. സൗദിയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കേരളത്തിലേക്കോ ബോംബെക്കോ കൊണ്ടുവരാൻ പറ്റുമോ? അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് UAEയിലേക്ക് ഒന്ന് മാറ്റുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈ പ്രേമേന്ദ്രൻ്റെ വായിലൊരു പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. അദ്ദേഹം മലയാളമല്ലല്ലോ, അച്ചടി മലയാളമാണ് പറയുന്നത്. ഈ പ്രിൻറ്റിംഗ് പ്രസ് ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിച്ചില്ലെങ്കിൽ അതിന് തുരുമ്പ് വരും. അതുകൊണ്ട് പുള്ളി ഘനഗംഭീരമായ മലയാളത്തിൽ ഒരു പ്രസ്താവനയൊക്കെ നടത്തും. അത് വെച്ചിട്ടൊന്നും രാജ്യം നടത്താൻ പറ്റില്ല. പ്രസ്താവന വേറെ, രാജ്യത്തിൻ്റെ ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികൾ വേറെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ്റെയൊക്കെ ടെൻഷൻ കുറയും. മറ്റൊരു കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ്റെ കയ്യിൽ മിസൈലുണ്ട്. അവരിങ്ങനെ അത് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ട്. അത് അവർ മിസൈൽ അയച്ചുകൊണ്ടേയിരിക്കുകയാണ് സാർ. അതായത് അബുദാബിയും ദുബായും ലക്ഷ്യമാക്കി ഉള്ള മിസൈൽ ആക്രമണത്തെ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകേണ്ട ആ ഒരു ആവശ്യമില്ലാത്ത ഫുജൈറ എന്ന സ്ഥലത്തെ പോർട്ടിന് നേരെയും ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അതായത് ഹോർമൂസ് മാത്രമല്ല, ഞങ്ങളുടെ റീച്ചിലുള്ള എല്ലാ സ്ഥലവും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ഇറാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആർക്കും
പിടിച്ചു കെട്ടാൻ സാധിക്കാതെ, മൂക്ക് കയറിടാൻ സാധിക്കാതെ ഇറാൻ അങ്ങനെ നിൽക്കുകയാണ്. പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ ആ പരിക്കേറ്റ ഇറാൻ ശൗര്യം ഒട്ടും കുറയാതെ കഴിയുന്ന രീതിയിൽ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇത് അറിയാതെയാണ് മറ്റുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് തോന്നുന്നു. ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എനിക്ക് തോന്നുന്നു നിർണായകമാണെന്ന് തോന്നുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നും പോയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്ക നിരാകരിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അമേരിക്ക ചെകുത്താനും കടലിനും നടുക്കാണ്. അമേരിക്കയ്ക്കൊരു മിഡ് ടേം ഇലക്ഷൻ ഉണ്ടല്ലോ. അതെ, മിഡ് ടേം ഇലക്ഷനിൽ ജയിക്കുകയോ തോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പ്രസിഡൻറ്റിൻ്റെ കരങ്ങൾ വീക്കാവും മിഡ് ടേം ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ. അതെ അതെ. അപ്പോൾ ഈ മിഡ് ടേം ഇലക്ഷന് മുമ്പ് ഈ ട്രംപിന് ഈ യുദ്ധം നിർത്തണം, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം എന്ന് ട്രംപ്. അപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു ശരി ഞാൻ മാറിത്തരാമെന്ന്. ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇസ്രായേൽ ലെബനിലാണ് അവരുടെ പെരുമാറ്റം മുഴുവൻ. അതെ, അവർ മാറി. ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു വന്നു. ചേട്ടന് ഇതിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല. ഓരോ കാല് വയ്ക്കും തോറും കൂടുതൽ കൂടുതൽ ചെളിയിൽ പുതയുന്നു. ഇപ്പം മിനിഞ്ഞാന്ന് നെതന്യാഹു ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ നെതന്യാഹു പറയുകയാണ്, ഈ യുറേനിയം ഉണ്ടല്ലോ ഇറാൻ്റെ കയ്യിലുള്ള, യുറേനിയമാണ് ഒരു പ്രശ്നം. അതിനെന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ സിമ്പിളാണ്, ടേക്ക് ഇറ്റ് ഔട്ട്. നെതന്യാഹു പറയാണ് യുറേനിയമാണോ നമ്മുടെ പ്രശ്നം? ആണ്. അപ്പോൾ യുറേനിയം എടുത്തുകൊണ്ട് പോരുക. എന്നിട്ട് നെതന്യാഹു പറയുകയാണ്, ഐ ആം നോട്ട് സജസ്റ്റിംഗ് എനി മിലിറ്ററി ഓപ്പറേഷൻ. മിലിറ്ററി ഓപ്പറേഷൻ അല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് നെതന്യാഹു പറഞ്ഞില്ല. ബട്ട് നെതന്യാഹുവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. ആരും അറിയാതെ പോയിട്ട് അവിടുന്ന് യുറേനിയം കടത്തിക്കൊണ്ടുവരിക. ഇതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ. അത് ഇസ്രായേൽ ഒരു ദിവസം ചെയ്യും. ഈ ഉഗാണ്ടയിൽ പോയിട്ട് തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ തിരിച്ചെടുക്കാൻ ഇസ്രായേലിന് അറിയാമെങ്കിൽ ആ ഓപ്പറേഷൻ നടത്തിയത് നെതന്യാഹുവിൻ്റെ ചേട്ടൻ നെതന്യാഹുവാണ്. അതെ, അദ്ദേഹം മാത്രം, ഒരാൾ മാത്രം അതിൽ കൊല്ലപ്പെട്ടു. അത് ഈ നെതന്യാഹുവിൻ്റെ ചേട്ടൻ നെതന്യാഹു ആയിരുന്നു ആ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത മനുഷ്യൻ. ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ യാത്രക്കാരും എല്ലാം രക്ഷപ്പെട്ടു. ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇസ്രായേലികൾ എന്ന് 70s 70കളിലെ സംഭവമാണിത്. അപ്പോൾ അവർക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് യുറേനിയം തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. അത് ഏതെങ്കിലും ഒരു ദിവസം അവർ ചെയ്യും. ട്രംപ് ഈ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടെന്ന് പറഞ്ഞ് ശരി പറഞ്ഞിട്ട് അവരത് നിർത്തി. പക്ഷേ ലെബനനിൽ യുദ്ധം ചെയ്യല്ലേ എന്ന് ട്രംപ് പറഞ്ഞിട്ടും ലെബനനിൽ യുദ്ധം അവർ തുടരുന്നു. കാരണം അവർക്ക് ഹിസ്ബുള്ളയെ തീർത്തിട്ടേ പറ്റുള്ളൂ. ഇപ്പം മൊത്തം ഈ ഡിസ്പ്യൂട്ടിൽ ലക്ഷ്യബോധത്തോടെ പെരുമാറുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇതിപ്പോൾ ആരും അറിയാതെ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും കടത്തിയാൽ തന്നെയും അവർക്ക് അതിനുള്ളൊരു ടെക്നോളജി ഉണ്ടല്ലോ. ആ ടെക്നോളജി അവർ വീണ്ടും ഉപയോഗിക്കില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ ഒരു കരാർ വളരെ കരുത്തോടുകൂടി നിലവിൽ വരുന്നതായിരിക്കില്ലേ ഒരു സ്ഥായിയായ പരിഹാരം? ഈ യുറേനിയം എടുത്തുകൊണ്ട് വരിക എന്ന് വെച്ചാൽ ഈ നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വരുന്ന പോലെയല്ല. യുറേനിയം എടുക്കുമ്പോൾ ആ മൊത്തം ഇൻസുലേഷൻ തകർത്തായിരിക്കും യുറേനിയം എടുക്കുന്നത്. പിന്നെ അതേ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു 30 വർഷമെങ്കിലും വേണ്ടിവരും, ടെക്നോളജി ഉള്ളപ്പോൾ പോലും. അത് ശരി. കാരണം ഇതിൻ്റെ പ്രാക്ടിക്കലി ഈ മെഷീനറി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമല്ലോ. കറക്റ്റ്. കുറഞ്ഞതൊരു 25-30 കൊല്ലം എടുക്കും അത് ചെയ്യാൻ. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവ്സ് ക്ലിയറാണ്. ഒള്ളി ഒബ്സ്റ്റക്കിൾ അവർക്കുള്ളത് അമേരിക്കയുടെ പോളിസിയാണ്. അമേരിക്കയെ വെറുപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ തമ്മിൽ വലിയ അടുപ്പക്കാരാണല്ലോ. അതുകൊണ്ട് ട്രംപ് പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ തൽക്കാലം മയപ്പെടുന്നു. അതേസമയം ലെബനനിൽ നിർത്താൻ പറഞ്ഞിട്ട് അവർ നിർത്തുന്നില്ല. ഹിസ്ബുള്ളയെ അവർ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ഭാരതത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണോ? അതും ഒരു ചോദ്യമാണല്ലോ. അതെ, ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ എടുക്കാനുള്ള, അതിന് കാശ് മുടക്കാനുള്ള, അതിന് പട്ടാളത്തെ അയക്കാനൊക്കെയുള്ള ഇത് വേർവിത്തൽ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തിനത് ചെയ്യണം?
അതാലോചിക്കണ്ടേ? ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ വഴക്ക് നടക്കുന്നു. ആ വഴക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3 അടിയൊക്കെ കിട്ടും, വഴക്ക് തീരുമായിരിക്കും. ബട്ട് നമ്മൾ ആ 2-3 അടി കൊള്ളണോ എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. ആ അടി താങ്ങാനുള്ള ആരോഗ്യം നമുക്കുണ്ടോ? എന്തിന് നമ്മൾ കൊള്ളണം? ഫ്രാൻസിനോ ജർമ്മനിക്കോ ഇംഗ്ലണ്ടിനോ ഓസ്ട്രേലിയയ്ക്കോ കാനഡയ്ക്കോ ഒന്നുമില്ലാത്ത ഒരു ദണ്ണം നമുക്കുണ്ടായിട്ട് നമ്മൾ പോയി ഹോർമൂസ് കടലിടുക്കിൽ ഇടപെട്ടാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? ഇത്രയും പേര് കൂടിയുള്ള പ്രമേയം ചൈനയും റഷ്യയും വീറ്റോ ചെയ്യുമ്പോൾ അതൊരു സിഗ്നലല്ലേ? റഷ്യയും ചൈനയും ഇറാൻ്റെ കൂടെയാണ്. ഇറാൻ ഈ കളിക്കുന്ന മിസൈൽ കളി, അതിൻ്റെ കമ്പോണൻസ് എല്ലാം കൊടുക്കുന്നത് ചൈനയാണ്. അതേസമയം ചൈനയിലേക്കുള്ള ഓയിൽ തടസ്സപ്പെട്ട് കിടക്കുന്നു. ഓയിൽ തടസ്സപ്പെട്ടിട്ട് പോലും ചൈന ഇറാൻ്റെ കൂടെ നിൽക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ തലവയ്ക്കണമെന്നാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല, ഇതെന്ത് പരിപാടിയാണ്. നമ്മളതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. സിറ്റുവേഷൻ നോർമലാകാനുള്ള എന്ത് സഹായവും ചെയ്യാമെന്ന് പറയുക, അല്ലാതെ സിറ്റുവേഷനിൽ കൊണ്ടുപോയി തലവയ്ക്കുന്നത് ബുദ്ധിപൂർവമല്ല. ഒന്നും പോരാഞ്ഞിട്ട് നമ്മളുടെ 90 ലക്ഷം ആൾക്കാരും ഗൾഫിലുണ്ട്. എത്ര മിസൈൽ വേണ്ടി വരും 90 ലക്ഷം ആൾക്കാർക്ക് ഓരോ പരിക്കുണ്ടാക്കാൻ? വെറുതെ വാചകമടിക്കാൻ വളരെ എളുപ്പമാണെന്ന്. ഇതൊരു ഹ്യൂമൻ ക്രൈസിസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ പെരുമാറുന്ന കണ്ടില്ലേ? ഈ ആരുടെ ഏത് ഓയിൽ ഇൻസ്റ്റലേഷനും ഫുജൈറ ഇതൊക്കെ ആക്രമിക്കുന്നു. നാളെ ഇതുപോലെ സിവിലിയൻസിനെ ഇവരെ ആക്രമിക്കുന്നു എന്ന് വെച്ചോ, വാട്ട് വിൽ യു ഡു? അതെ, ഇതുവരെ ഇറാൻ അത് ചെയ്തിട്ടില്ല, പക്ഷേ അത് ചെയ്യാനും അവർ മടിക്കുകയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ബാക്കപ്പ് വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ 90 ലക്ഷം ആൾക്കാരെ ഒരൊറ്റ ഫ്ലൈറ്റ് കയറ്റിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുമോ? ഇറക്കിയാൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടത് എങ്ങനെ? ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ആ എക്സ്ട്രീമിലേക്ക് സിറ്റുവേഷൻ പോകാതെ അവിടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ നമുക്ക് എണ്ണയും ഗ്യാസും ഒക്കെ കിട്ടണം. അതിനാകെ കൂടെ എൻ്റെ പൊന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് കരുതി ചിലവാക്കണം, ഇതല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇവർ വലിയ കോലാഹലം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്കിതിന് വല്ല സൊല്യൂഷനും ഉണ്ടോ? ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് വളരെ അടുപ്പമുള്ളൊരു രാജ്യമാണ് ചൈന. രാഹുൽ ഗാന്ധിക്ക് ചൈനയിൽ ഷീ ജിൻപിങ്ങിനെ വിളിച്ചിട്ട് ചേട്ടാ അത് ഇങ്ങനെ വിട്ടാൽ പോരാ, നമുക്ക് അതൊന്ന് ശരിയാക്കണം എന്ന് സംസാരിക്കാമോ? പ്രേമേന്ദ്രന് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. ഒന്ന് അബ്ബാസ് അരാക്ചിയെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കുക, ചേട്ടാ ഇത് മര്യാദയല്ല ചേട്ടാ, ഞങ്ങളുടെ കപ്പലൊന്ന് വിട്ടതാ എന്ന് പറയുക. എന്നിട്ട് മോദിയുടെ അടുത്ത് വാചകടിക്കുക. എനിക്ക് മനസ്സിലാവും. ഒന്നും വേണ്ട, ഇറാനോട് ഇത് ചോദിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. RSP ചെറിയൊരു പാർട്ടിയാണ്. പ്രേമേന്ദ്രൻ എന്ത് പ്രമേയം വെച്ച് കഴിഞ്ഞാലും RSPയിൽ പാസ്സാകുമല്ലോ. ഇറാന് ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു അപേക്ഷ, ഭാരതത്തിൻ്റെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഒരു കണ്ടീഷനുമില്ലാതെ കടത്തിവിടണമെന്ന് ഇറാൻ പ്രസിഡൻറ്റ് പെസഷ്കിയാനോട് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം പ്രേമേന്ദ്രൻ പാസ്സാക്കുക. അതിനുള്ള ധൈര്യമുണ്ടോ പ്രേമേന്ദ്രന്? ഇല്ല. ഈ പേടിത്തൊണ്ടന്മാർ, ഈ ഇറാനെ ഇവർക്ക് പേടിയാണ്, ചൈനയെ പേടിയാണ്. നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് ആർക്കും കയറാം. ഫാസിസ്റ്റാണെന്ന് പറയുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നരേന്ദ്രമോദി ഇച്ചിരി ഫാസിസ്റ്റ് ആയാൽ കൊള്ളാമായിരുന്നു. എന്തൊരു ചീത്ത വഴിയെ പോകുന്നവരൊക്കെ പുള്ളിയുടെ നെഞ്ചത്ത് കയറിയിട്ട് പുള്ളിക്ക് വരാനൊക്കില്ല. അപ്പോൾ വളരെ സേഫാണ് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇറാന് അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പ്രമേയം കൊല്ലത്ത് പ്രേമേന്ദ്രൻ്റെ സ്ഥലത്ത് കൂണ്ടറയിലിരുന്ന് പാസ്സാക്കാനുള്ള ധൈര്യമില്ലാത്ത പ്രേമേന്ദ്രൻ നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറും. രാഹുൽ ഗാന്ധി അതുപോലെ ചൈനയുമായിട്ട് MOU ഒപ്പിട്ട ആളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നു നിങ്ങളുടെ ചൈനീസ് കണക്ഷൻ ഭാരതത്തിന് അനുകൂലമായിട്ട്. എന്നിട്ട് നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് ഞാൻ ചൈനയുമായിട്ട് സംസാരിച്ചു, നമ്മുടെ കപ്പലുകളെല്ലാം സ്മാർട്ടായിട്ട് വരുന്നുണ്ട് ഹോർമുസ് കടലിടുക്കിൽ നിന്ന്, നിങ്ങളെന്ത് വായി നോക്കിയിരിക്കുകയാടോ എന്നൊക്കെ ചോദിച്ച് തട്ടിക്കയറിക്കോ, എനിക്ക് മനസ്സിലാക്കാം. അല്ലാതെ വെറുതെ ചീത്ത പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? തീർച്ചയായിട്ടും. എന്തായാലും ഇത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. വെറുതെ ഇരുന്ന് വിമർശിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് എല്ലാവരും ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഗൾഫ് മേഖലയിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. കാരണം ആ രാജ്യങ്ങളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു രാജ്യവും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെല്ലുവിളി നേരിടുകയാണ് എന്ന് തുറന്ന് പറയില്ല. ഗൾഫ് മേഖലയിലൊക്കെ തന്നെ അതിന് കൃത്യമായ നിയന്ത്രണമുണ്ട്. പക്ഷേ മനസ്സിലാക്കുക,
ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഗൾഫ് രാജ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. ഈ ഇറാൻ്റെ പരിസരത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള ആളുകളോട് ചോദിക്കുക, അവിടുത്തെ തൊഴിൽ മേഖല ഇപ്പോൾ എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എത്രയോ പേർക്ക് തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്. പലരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന പലരും ഉണ്ട്. പകുതി ശമ്പളത്തിലേക്ക് താഴ്ത്തിയ എത്രയോ കമ്പനികളുണ്ട്. കാരണം അവരൊക്കെ നിർബന്ധിതരായി, വരുമാനമില്ല, ഒരു ആക്ടിവിറ്റിയും നടക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുക എന്ന് പറഞ്ഞാൽ ഗൾഫ് മേഖലയാകെ ലോക്ക് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അല്ലാതെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുക, അതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് എണ്ണ തരുന്ന രാജ്യങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മളുടെ 90 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരൊക്കെ തന്നെ അവരുടെ കരിയർ റിസ്കിലാണ് എന്ന് തുറന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യങ്ങളിൽ നിന്നും ഈ വാർത്തകളൊന്നും വാർത്തയായി പുറത്തേക്ക് വരില്ല. നിങ്ങൾക്ക് അവരോട് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വാസ്തവമാണിത്. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓർക്കുക, നമ്മൾ 2022-23 സാമ്പത്തിക വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്തത് $29 ബില്യൺ സ്വർണ്ണമാണ്. തൊട്ടടുത്ത സാമ്പത്തിക വർഷം അത് $58 ബില്യൺ. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവസാനിച്ച സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഇറക്കുമതി ചെയ്തത് $72 ബില്യൺ സ്വർണ്ണമാണ്. ഇത്തരത്തിൽ സ്വർണം ഇങ്ങനെ ഇറക്കുമതി കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതല്ല. നമ്മുടെ വിദേശ നാണ്യ ശേഖരം കുറയുന്നു. അത് രാജ്യത്തിന് വലിയ തിരിച്ചടിയിലേക്ക് പോകും. അതുകൊണ്ടൊന്ന് കരുതലെടുക്കുക. ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ തന്നെ കഴിഞ്ഞ് ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കൊണ്ട് നമുക്ക് വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താനും സാധിക്കും. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.